സമഗ്ര സോഫ്റ്റ്വെയറിൽ പർച്ചേസ് ബിൽ എൻട്രി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഫ്ലോയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് വീഡിയോ. അപ്പോൾ ഇതിൽ പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് ഓഫീസുകളിലും ഇൻവോയ്സ് പ്രോസസ്സിംഗ് ഓഫീസുകളിലും ആവശ്യമായിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് എല്ലാ ഓഫീസുകളിലും, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഓഫീസുകളിലും ആവശ്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഫ്ലോ ചാർട്ട് കാണിച്ചേക്കുന്നത് ഫുൾ ഫ്ലോയുടെയാണ്. ഇപ്പോൾ ഫ്ലോ ചാർട്ട് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ മുമ്പത്തെ ഫ്ലോ അനുസരിച്ച് ലോക്കൽ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് ലോക്കൽ MDCCയും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽ റിസീവ് ചെയ്യുന്ന ലൊക്കേഷനുകളിൽ, അതായത് ഇപ്പോൾ സെക്ഷൻ ഓഫീസോ TMR SRS അവിടെ എവിടെയെങ്കിലും ആണെങ്കിൽ മെറ്റീരിയൽ റിസീവ് ചെയ്യാനുള്ള ഓപ്ഷനിൽ നമ്മൾ മെറ്റീരിയൽ റിസീവ് ചെയ്യുക. അതായത് ന്യൂ അറൈവലിൽ മെറ്റീരിയൽ റിസീവ് ചെയ്തു, ഫിസിക്കൽ വെരിഫിക്കേഷനിൽ സേവ് ചെയ്തു, അപ്രൂവ് ചെയ്തു, വീണ്ടും നമ്മൾ ന്യൂ അറൈവലിൽ അത് അപ്രൂവ് ചെയ്തു. അപ്പോൾ ഇൻവോയ്സ് പ്രോസസ്സിംഗ് ലൊക്കേഷൻ ഈ ഓഫീസുകളായിരുന്നെങ്കിൽ ന്യൂ അറൈവലിൽ നമ്മൾ ഇൻവോയ്സ് അപ്ലോഡ് ചെയ്യുകയും, മറ്റേ ഓഫീസുകളാണെങ്കിൽ അതായത് സബ് ഡിവിഷനോ സർക്കിളോ വലുതോ ആയിരുന്നെങ്കിൽ ഇൻവെൻട്രിയിൽ ഇൻവോയ്സ് എന്നുള്ള മെനുവിലാണ് ഇൻവോയ്സ് അപ്ലോഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ വന്നേക്കുന്ന മാറ്റം, ഇൻവോയ്സ് എൻട്രി ചെയ്യുന്നത് സെക്ഷൻ ഓഫീസിലോ TMRലോ SRSലോ ആണെങ്കിലും ന്യൂ അറൈവലിലല്ല, മറിച്ച് മറ്റേതോ ഓഫീസിലാണെങ്കിലും, ഇൻവോയ്സ് പ്രോസസ്സിംഗ് ലൊക്കേഷൻ ഏതോ ഓഫീസിലാണെങ്കിലും അക്കൗണ്ട്സിൽ പർച്ചേസ് ബിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ഫ്ലോ ചാർട്ടിൽ 4ാമത് കാണിച്ചിട്ടുണ്ട്. അക്കൗണ്ട്സിൽ പർച്ചേസ് ബിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ഇൻവോയ്സ് എൻ്റർ ചെയ്യുക. അവിടെ ഇൻവോയ്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 സ്റ്റെപ്പ് ഉണ്ട്. ഇൻവോയ്സ് എൻ്റർ ചെയ്ത് അത് ഡിവിഷനിലേക്ക് സബ്മിറ്റ് ചെയ്യുക, ഡിവിഷനിലേക്ക് ARUലേക്ക് സബ്മിറ്റ് ചെയ്യുക ഓഡിറ്റിന് വേണ്ടിയിട്ട്. ആ ഇൻവോയ്സിൻ്റെ GRN എടുക്കണത് അവിടെ വച്ച് അത് ARUയിൽ ചെന്നിട്ട് പ്രോസസ് ചെയ്യണം. ARUയിൽ ചെന്നിട്ട് 2-3 സ്റ്റെപ്പും കൂടി അവിടെ ഉണ്ട്. അതും അക്കൗണ്ട്സിൽ പർച്ചേസ് ബിൽ എന്ന് പറഞ്ഞ മെനുവിലാണ് ചെയ്യുന്നത്. അത് SAയുടെ ഡിവിഷനാണെങ്കിൽ DA AAO ഇവർക്കുടെ ഇതിൽ അത് വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോഴാണ് ബില്ല് ഇവിടെ മെറ്റീരിയൽ അക്കൗണ്ടിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ബില്ല് ഈ ഇൻവോയ്സ് പ്രോസസ്സിങ്ങിന് വേണ്ടി അക്കൗണ്ട്സിലേക്ക് പോകുന്നത്, അക്കൗണ്ട്സിലെ ഓഡിറ്റിൽ പ്രോസസ്സിന് വേണ്ടി പോകുന്നത്. ഇതാണ് പുതിയ ഫ്ലോ വരുന്നത്. അപ്പോൾ ഇതിലുള്ള ഒരു അഡ്വാൻറ്റേജ്, ഇൻവോയ്സിൽ എന്തെങ്കിലും കറക്ഷനോ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് തിരിച്ചുവിടാനും അത് കറക്റ്റ് ചെയ്യാനും പറ്റും. മെറ്റീരിയൽ റിസീവ് ചെയ്യുന്നതിന് മുമ്പ് അത് തിരിച്ചുവിടാനും കറക്റ്റ് ചെയ്യാനും പറ്റും. മുമ്പത്തെ ഫ്ലോയിൽ അതുണ്ടായിരുന്നില്ല. ന്യൂ അറൈവലിൽ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അത് നേരെ അക്കൗണ്ടിലേക്ക് വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൽ ഇൻവോയ്സിൽ കറക്ഷനൊന്നും സാധ്യമായിരുന്നില്ല. പക്ഷെ ഇതിലങ്ങനെയല്ല. ഇതിലങ്ങനെ ഒരു കറക്ഷൻ കൂടി നമുക്ക് സാധ്യമാണ്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഒരു പർച്ചേസ് ഓർഡർ ചെയ്ത് തന്നെ നോക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ സെക്ഷനിലെ ഒരു പർച്ചേസ് ഓർഡറാണ് കാണിക്കുന്നത്. സെക്ഷനിലെ ഒരു പർച്ചേസ് ഓർഡർ പർച്ചേസ് ഓർഡർ ഇടണോ അത് മുതൽ കാണിക്കാം. നമ്മളൊരു സെക്ഷൻ ആയിട്ട് ലോഗിൻ ചെയ്ത് ലോക്കൽ പർച്ചേസ് നടത്തുകയാണ്. ഇപ്പോൾ ലോക്കൽ പർച്ചേസിൽ പോയി ന്യൂ മെറ്റീരിയൽ എടുത്തു, ന്യൂ പർച്ചേസ് ഓർഡർ എടുത്തതിന് ശേഷം വെണ്ടറെ സെലക്ട് ചെയ്തു. ഒക്കെ സാധാരണ പോലെ തന്നെയാണ്, മാറ്റങ്ങൾ വന്നിട്ടില്ല. ഇപ്പോൾ തൽക്കാലം വിത്തൗട്ട് കൊട്ടേഷൻ നമ്മൾ എടുത്തത് ഇതിന് വേണ്ടിയിട്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് ലൊക്കേഷൻ അതുപോലെ ഇൻവോയ്സ് പ്രോസസ്സിംഗ് ലൊക്കേഷൻ. ഇപ്പോൾ പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് ലൊക്കേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡിവിഷനാണ് ഇവിടെ വരേണ്ടത് ഈ സെക്ഷനിലെ കേസ് ആയതുകൊണ്ട്. പിന്നെ ഇൻവോയ്സ് പ്രോസസ്സിംഗ് സെക്ഷൻ തന്നെയാണ്. ഇത് വളരെ ശ്രദ്ധിച്ച് കൊടുക്കുക. അതിനുശേഷം ന്യൂ മെറ്റീരിയൽ എടുക്കുക. പ്രൈസ് വേരിയേഷൻ അലൗഡ് ആണെങ്കിൽ അവിടെ മുകളിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ഇതെടുത്ത് നമ്മൾ മെറ്റീരിയൽ ഗ്രൂപ്പ് എടുത്തു, അതിനുശേഷം മെറ്റീരിയൽ സെലക്ട് ചെയ്തു. ഇതൊക്കെ സാധാരണ പോലെ തന്നെയാണ്, ഇതിലൊന്നും മാറ്റങ്ങളൊന്നുമില്ല, പഴയ ചെയ്ത പോലെ തന്നെയാണ്. ഫ്ലോ മാറ്റം വന്നേക്കുന്നത് ഇൻവോയ്സ് എൻട്രിയിലാണ് മാറ്റം വന്നേക്കുന്നത്. ഇവിടെ ഒന്നും ഇൻവോയ്സിൽ എൻട്രി വന്നിട്ടില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. പർച്ചേസ് ഓർഡർ സേവ് ചെയ്തു. ഇനി അടുത്തത് ഡോക്യുമെൻ്റ് പ്രിപ്പറേഷനാണ്. അതിനായിട്ട് ആ ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡോക്യുമെൻ്റ് പ്രിപ്പറേഷൻ വരും. അപ്പോൾ അതിൽ ഇൻവോയ്സ് പ്രോസസ്സിംഗ് ലൊക്കേഷനും പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് ലൊക്കേഷനും കാണിച്ചിട്ടുണ്ട്. അതൊന്നും കൂടി ശ്രദ്ധിക്കുക.
അതിനുശേഷം കറക്റ്റ് അല്ലെങ്കിൽ നോക്കുക, നോക്കിയതിന് ശേഷം അത് സേവ് ചെയ്ത് വിടുക, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ വാറണ്ടി ഡീറ്റെയിൽസ് നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം അടുത്തത് അപ്രൂവലാണ്. അതിനൊരു ടിക്ക് മാർക്ക് ഉണ്ട്, അതിൽ അപ്രൂവ് ചെയ്യാം. ഇനി ഡിവിഷനിൽ എ ആണ് ഇത് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ അവിടെ പാസ് ഓൺ എന്ന് പറഞ്ഞ് ബട്ടൺ ഉണ്ട്, അതിൽ പാസ് ഓൺ ചെയ്യാം. ഇവിടെ എ തന്നെയാണ്, അപ്പോൾ അതുകൊണ്ട് അപ്രൂവ് ചെയ്ത് വിടാം. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വല്ല എഗ്രിമെൻറ്റോ എസ്റ്റിമേറ്റ് റിപ്പോർട്ടോ വല്ലതും അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ ഷോ ലോക്കൽ പർച്ചേസ് ഓർഡേഴ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൽ ഒരു അപ്ലോഡ് ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് ടൈപ്പ് എന്നുള്ളടുത്ത് എഗ്രിമെൻറ്റ്, ഓഫീസ് കൊട്ടേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതെടുത്തിട്ട് ഏതാണെന്ന് വെച്ചാൽ അത് എഗ്രിമെൻ്റ് ആണെങ്കിൽ എഗ്രിമെൻ്റ് എടുക്കുക, അത് അപ്ലോഡ് ചെയ്തു. ഇപ്പോൾ ഒരു സാമ്പിളാണ് കാണിച്ചേക്കണേ, വെറുതെ കാണിച്ചേക്കുന്നതാണ്. അപ്പോൾ ആക്ച്വലി എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. ദെൻ അവിടെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കൊടുക്കുക, അതിനുശേഷം സേവ് ചെയ്യുക. ഇനി ഒന്നിൽ കൂടുതൽ ഡോക്യുമെൻറ്റ്സ് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് ചേർക്കാം. അതവിടെ ഡോക്യുമെൻറ്റിൻ്റെ ടൈപ്പ് മാറ്റി കൊടുക്കുക. ഇപ്പോൾ എസ്റ്റിമേറ്റ് റിപ്പോർട്ടാണെങ്കിൽ എസ്റ്റിമേറ്റഡ് റിപ്പോർട്ട് കൊടുത്തു. ഇവിടെ ഞാനിപ്പോൾ ഒരു 2 സാമ്പിൾ ഫയൽ കൊടുത്തു മാത്രം, അത് കൊടുത്തു. അതിനുശേഷം അവിടെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കൊടുത്തു, അത് സേവ് ചെയ്തു. അപ്പോൾ ഇതും പലർക്കും ഒരു സംശയമുള്ള കേസായിരുന്നു, ഇതിങ്ങനെ ഡോക്യുമെൻറ്റ്സ് എഗ്രിമെൻറ്റ് എങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഇത് ഇത്തിരി ഇതായിട്ട് പറഞ്ഞത്. നേരത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ്, നേരത്തെ ചെയ്തിരുന്നത് തന്നെയാണ്, ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്, അത് പുതിയ ഇതല്ല. അതിനുശേഷം നമുക്ക് ഇപ്പോൾ സെക്ഷനിലായതുകൊണ്ട് ഇത്രയും മതി. ഇനി ഒരു സബ് ഡിവിഷനോ അല്ലെങ്കിൽ ഒരു ഡിവിഷനോ ആയിരുന്നെങ്കിൽ ലോക്കൽ MDCC കൂടെ നമ്മൾ കൊടുക്കണം. അതിൽ മാറ്റങ്ങളൊന്നുമില്ല, സാധാരണ പഴയ കൊടുത്തിരുന്ന പോലെ തന്നെ. അതിനുശേഷം ഇപ്പോൾ സെക്ഷൻ ആയതുകൊണ്ട് ന്യൂ അറൈവലിൽ അത് വന്ന് കിടപ്പുണ്ട്, അതെടുത്തു. അതെടുക്കുമ്പോൾ അതിൽ എമൗണ്ട് കാര്യങ്ങളൊന്നും എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇവിടെ നമ്മൾ നേരെ അത് ക്വാണ്ടിറ്റി എൻ്റർ ചെയ്തു, റിസീവ്ഡ് ക്വാണ്ടിറ്റി എൻ്റർ ചെയ്തു, നേരെ ടെസ്റ്റ് ഡോക്യുമെൻ്റ് ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് അത് സേവ് ചെയ്തു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ അത് സേവ് ചെയ്തതിന് ശേഷം ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെല്ലുക. ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെല്ലുമ്പോൾ അത് അവിടെ വന്നിട്ടുണ്ടാവും. ന്യൂ അറൈവൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. അവിടെ എടുക്കുക, അവിടെ കണ്ടീഷൻസ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇവിടെ ഫിസിക്കൽ വെരിഫിക്കേഷനിൽ ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യാനില്ല, അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അവിടെ ക്വാണ്ടിറ്റി എൻ്റർ ചെയ്താൽ ഡാമേജ് ആയി പോകും. ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യാനില്ല, അത് സേവ് ചെയ്യുക. അതിനുശേഷം ലിസ്റ്റിൽ പോയിട്ട് അത് അപ്രൂവ് ചെയ്യുക. ലിസ്റ്റ് എടുക്കുക, ലിസ്റ്റിൽ പോയിട്ട് അപ്രൂവ് ചെയ്യുക. ഞാൻ വീണ്ടും ന്യൂ അറൈവലിൽ വരിക, ലിസ്റ്റ് എടുക്കുക, ലിസ്റ്റിൽ അതുണ്ട്, അത് അവിടെ നിന്ന് പെൻഡിങ് ഫോർ അപ്രൂവൽ കാണിക്കുന്നുണ്ട്. അവിടെ എടുത്തിട്ട് അത് അപ്രൂവ് ചെയ്യുക. നമ്മൾ അപ്രൂവ് ചെയ്തു. സാധാരണ പോലെ തന്നെ ഇത്രയും ചെയ്തു. ഇപ്പോൾ സാധാരണ ഇപ്പം മുമ്പത്തെ ഫ്ലോ അനുസരിച്ച് ഈ സമയത്ത് അത് അക്കൗണ്ടിലേക്ക് വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അക്കൗണ്ടിലേക്ക് വരില്ല, മെറ്റീരിയൽ അക്കൗണ്ടിലേക്ക് വരില്ല. ഇനി നമ്മൾ ഇൻവോയ്സ് എൻട്രിയാണ് അടുത്ത ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇൻവോയ്സ് പ്രോസസിംഗ് ലൊക്കേഷൻ എവിടെയാണോ അവിടെ ചെയ്യേണ്ടതാണിത്. അവിടെ നമ്മൾ നേരെ അക്കൗണ്ട്സ് എന്നുള്ള മെനുവിൽ, ഇപ്പോൾ ഇതിപ്പോൾ സെക്ഷനിൽ തന്നെയാണ്, അപ്പോൾ സെക്ഷൻ 7 തന്നെയാണ് ചെയ്യേണ്ടത്. അക്കൗണ്ട്സ് എന്ന മെനുവിൽ പർച്ചേസ് ബിൽ എന്ന് പറഞ്ഞൊരു പുതിയ മെനു ഉണ്ട്. ഇതാണ് പുതിയ ഓപ്ഷൻ. ഇതിൽ വെണ്ടറെ സെലക്ട് ചെയ്യുക. വെണ്ടറെ സെലക്ട് കഴിഞ്ഞാൽ ഗെറ്റ് പർച്ചേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ പർച്ചേസ് ഓർഡർ കാണിക്കും. പർച്ചേസ് ഓർഡർ ഡീറ്റെയിൽസ് അവിടെ താഴത്ത് കാണിക്കും. ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, അത് വെച്ച് പ്രൊസീഡ് ചെയ്യുക. പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡീറ്റെയിൽസ് കാണിക്കും. അവിടെ നിന്ന് പ്രൊസീഡ് ചെയ്യുക. പ്രൊസീഡ് ചെയ്യുമ്പോൾ ഇവിടെയാണ് നമുക്ക് ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സ് ഡേറ്റ്, ഇൻവോയ്സ് എമൗണ്ട് കാര്യങ്ങൾ കൊടുക്കേണ്ടത്. ഇൻവോയ്സ് നമ്പർ നമ്മൾ കൊടുത്തു. മുമ്പ് ഇൻവോയ്സ് നമ്പർ 10 ക്യാരക്ടർ വരെയൊക്കെ പറ്റുള്ളായിരുന്നു. ഇപ്പം അത് അൺലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇൻവോയ്സ് ഡേറ്റ്, അവിടെ പോയിന്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത്
ഔട്ട്സൈഡ് കേരളയാണെങ്കിൽ കേരളത്തിന് പുറത്തുള്ളതാണെങ്കിൽ അവിടെ നിന്ന് അങ്ങനെ കേരളത്തിന് പുറത്തുള്ളതായിട്ട് കൊടുക്കാം. ഇതിപ്പോൾ കേരളത്തിന് കേരളത്തിൽ നിന്ന് കൊടുക്കാം, പുറത്താണെങ്കിൽ അതും കൊടുക്കാം. പിന്നെ ഇൻവോയ്സ് എമൗണ്ട് അവിടെ കൊടുക്കുക. പർച്ചേസ് ഓർഡർ എമൗണ്ട് അല്ല, ഇൻവോയ്സ് എമൗണ്ട് അവിടെ കൊടുക്കുക. അതിനുശേഷം അത് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും ഇങ്ങനെ സ്ക്രീനിൽ വന്ന് നിൽക്കും. അപ്പം അതിൽ ആ സ്റ്റാറ്റസ് കിടക്കുന്നത് ബിൽ പ്രിപ്പറേഷൻ ഇൻ പ്രോസസ് എന്നാണ്. അതിനുശേഷം അവിടെ ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ആഡ് മെറ്റീരിയൽ ഡീറ്റെയിൽസ് ഉണ്ട്. അവിടെ ആഡ് മെറ്റീരിയൽ ഡീറ്റെയിൽസ് കൊടുക്കുക. ആഡ് മെറ്റീരിയൽ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് ഇൻവോയ്സ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയാണ്. ഒരു ഇൻവോയ്സ് ഡോക്യുമെന്റ് നമ്മൾ അപ്ലോഡ് ചെയ്തു. ഇതൊരു സാമ്പിൾ വെറുതെ കൊടുത്തേക്കുന്നതാണ്. ഇൻവോയ്സ് ഡോക്യുമെന്റ് നമ്മൾ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം GRN ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുവേണ്ടി ആ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ റേറ്റ് ചോദിക്കും. GST ഏത് പെർസെൻറ്റേജിലാണെന്ന് ചോദിക്കും. അതവിടെ കൊടുക്കുക. GST കൊടുക്കുക. അതിനുശേഷം അത് സേവ് ചെയ്യുക. ഇപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസിൻ്റെ അവിടെ വന്നേക്കുന്നത് ബിൽ പ്രിപ്പറേഷൻ കംപ്ലീറ്റഡ് എന്നാണ്. ബിൽ പ്രിപ്പറേഷൻ കംപ്ലീറ്റഡ് ആണ്. ഇനി അത് സബ്മിറ്റ് ഇൻവോയ്സ് കൊടുക്കുക. പിന്നെ നേരെ സബ്മിറ്റ് കൊടുക്കുക. ഇത് ചെയ്ത് കഴിയുമ്പോൾ ARU വെരിഫിക്കേഷന് വേണ്ടി ബില്ല് ഈ ഇൻവോയ്സ് പോയി. ഇപ്പോഴാണ് ഇൻവോയ്സ് ARUവിൽ ചെന്നിട്ടുള്ളൂ. ഇൻവോയ്സ് ARUവിൽ ചെന്നത് ഇപ്പോഴും മെറ്റീരിയൽ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. മെറ്റീരിയൽ അക്കൗണ്ടിലേക്ക് വരുന്നത് ARUവിൽ അപ്രൂവൽ ചെയ്യുമ്പോഴാണ്. അത് പറയാം, ഏത് സ്റ്റേജിലാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട, ഇതാണ് പുതിയ മെനു വന്നേക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു 2-3 സ്റ്റെപ്സ് ഉണ്ട്. അത് ആദ്യം നമ്മൾ ഇൻവോയ്സ് എൻ്റർ ചെയ്തു, ഇൻവോയ്സിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തു. അതിനുശേഷം മെറ്റീരിയൽ ഡീറ്റെയിൽസ് GRN എൻ്റർ ചെയ്തു. അതിനുശേഷം അത് സേവ് ചെയ്തു. അതിനുശേഷം അത് സബ്മിറ്റ് ടു ARU എടുത്തു. അത് 3 കഴിഞ്ഞിട്ടാണ് ബില്ല് അങ്ങോട്ട് പോകുള്ളൂ. ഇനി അത് ARUവിൽ എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ ഡിവിഷനിൽ SE ആയിട്ട് ലോഗിൻ ചെയ്തു. PKSൽ ഡിവിഷനിൽ SE ആണ്. അപ്പോൾ അതിൽ അവിടെ അക്കൗണ്ട്സിൽ പർച്ചേസ് ബിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെയുണ്ട്. ശ്രദ്ധിക്കണം, പർച്ചേസ് ബിൽ എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ്. അവിടെ വന്നിട്ട് അവിടെ ARU വെരിഫിക്കേഷൻ, അവിടെ സ്റ്റാറ്റസ് വരുന്ന ARU വെരിഫിക്കേഷൻ ആണ്. അവിടെ പ്രോസസ് ഇൻവോയ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഡീറ്റെയിൽസ് കാണിക്കും. അതിൽ ഡീറ്റെയിൽസ് കാണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇൻവോയ്സ് GRN അവിടെ എൻഡേഡ് വാല്യൂ ഉണ്ട്, അഡ്മിറ്റഡ് വാല്യൂ ഉണ്ട്. ഈ എൻഡേഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ അവർ എൻ്റർ ചെയ്ത വാല്യൂ ആണ്, സെക്ഷനിൽ എൻ്റർ ചെയ്ത് വിട്ടതാണ്. അഡ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ SA അഡ്മിറ്റ് ചെയ്യുന്ന വാല്യൂ ആണ്. അത് രണ്ടും സെയിം ആവണമെന്നില്ല. അത് രണ്ടും സെയിം ആയിരിക്കും ഓട്ടോമാറ്റിക് കിടക്കുന്നത്. നമുക്കത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അഡ്മിറ്റഡ് എന്നുള്ള വാല്യൂ SAക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്തെങ്കിലും കാര്യത്തിന് എഡിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എഡിറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ഏതെങ്കിലും ഇൻവോയ്സിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ബ്രൗസ് ചെയ്ത് കയറ്റാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് SAക്കും ബ്രൗസ് ചെയ്ത് കയറ്റാൻ പറ്റും. അവിടെ ബ്രൗസ് ഫയൽ എടുത്ത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫയൽ എടുത്ത് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചു. അറ്റാച്ച് ചെയ്തല്ലത് അത് വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. വേറെ എന്തെങ്കിലും കൂടുതൽ ചേർക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡോക്യുമെൻറ്റിന് കൂടുതൽ ചേർക്കാനായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം. അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെ സ്റ്റാറ്റസ് ഇൻവോയ്സ് വെരിഫൈഡ് എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ വ്യൂ ചെയ്യാം. ഇനിയിപ്പോൾ SAക്ക് വേണമെങ്കിൽ വ്യൂ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ ഇൻവോയ്സിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് SAക്ക് അതിൽ റിട്ടേൺ ഇൻവോയ്സ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ അത് റിട്ടേൺ ചെയ്ത് Aക്ക് റിട്ടേൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഇതാണ് നേരത്തെ ഇല്ലാണ്ടിരുന്ന ഒരു പ്രധാന വ്യത്യാസം വന്നത്. നേരത്തെ ഇൻവോയ്സ് റിട്ടേൺ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ആ ഇൻവോയ്സ് നമുക്ക് റിട്ടേൺ ചെയ്യാൻ സാധിക്കും. ഇനി DAക്ക് അത് അപ്രൂവ് ചെയ്യാം. ഡിവിഷനിലായതുകൊണ്ടാണ് DA പറഞ്ഞത്. സർക്കിളിലായിരുന്നെങ്കിൽ അത് SS ചെക്ക് ചെയ്തിട്ട് വേണം AO വെരിഫൈ അപ്രൂവ് ചെയ്യാനായിട്ട്. ഇപ്പോൾ DA ആയിട്ട് ലോഗിൻ ചെയ്യാണ്. ഡിവിഷനിലെ DA ആയിട്ട് ലോഗിൻ ചെയ്തു. DAക്കും അക്കൗണ്ട്സിൽ പർച്ചേസ് ബിൽ എന്ന് പറഞ്ഞ് മെനു ഉണ്ട്. ആ മെനുവിലാണിത് കിടക്കുന്നത്.
അതിലിപ്പോൾ ഇൻവോയ്സ് വെരിഫൈഡ് എന്നുള്ളതാണ് സ്റ്റാറ്റസ്. അത് അപ്രൂവ് ഇൻവോയ്സ് ഉണ്ട്. DA കയറുമ്പോൾ അപ്രൂവ്ഡ് ഇൻവോയ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ താഴത്ത് അത് അവിടെ DAക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. എഡിറ്റ് ചെയ്യണമെങ്കിൽ റോൾ ബാക്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താലേ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. റോൾ ബാക്ക് ചെയ്താൽ അത് ചെയ്യാം. ഇവിടെ പോസ്റ്റ് ട്രാൻസാക്ഷൻ എന്നും പറഞ്ഞൊരു ബട്ടൺ കിടപ്പുണ്ട്. പോസ്റ്റ് ട്രാൻസാക്ഷൻ. ഈ പോസ്റ്റ് ട്രാൻസാക്ഷൻ, ഈ ട്രാൻസാക്ഷൻ ഇപ്പോൾ അവിടെ വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാം. ആരമാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അത് കാണാം. ഈ പോസ്റ്റ് ട്രാൻസാക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ്, അതായത് ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് മെറ്റീരിയൽ അക്കൗണ്ടിലേക്ക് വരുന്നത്. എയ്ഡ് അക്കൗണ്ടിലേക്ക് മെറ്റീരിയൽ വന്നത് ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ്. പോസ്റ്റ് ട്രാൻസാക്ഷൻ കൊടുത്തു. അപ്പോൾ അതിന് താഴെ ഫോർവേഡ് ടു ഓഡിറ്റ് എന്നൊരു ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവോയ്സ് അപ്രൂവ്ഡ് സ്റ്റാറ്റസിലേക്ക് മാറി. ഇനി SIക്ക് സാധാരണ പോലെ SIക്ക് ഇൻവോയ്സ് പ്രോസസ്സിങ്ങിന് വേണ്ടി കിട്ടും. അപ്പോൾ അതിന് SI ആയിട്ട് ലോഗിൻ ചെയ്ത് നോക്കാം. അക്കൗണ്ട്സിൽ ഓഡിറ്റിൽ പ്രോസസ്സ് എന്ന മെനുവിൽ അത് സാധാരണ പോലെ ഒന്ന് കിടപ്പുണ്ട്. EG ട്രേഡേഴ്സിൻ്റെ ഒന്ന് കിടപ്പുണ്ട്. ഇനി അക്കൗണ്ട്സിൻ്റെ പ്രോസസ്സ് നടത്താവുന്നതാണ്. ഇതാണ് ഇൻവോയ്സ് എൻട്രിയിൽ വന്ന പ്രധാന മാറ്റങ്ങൾ.